അപ്പോഴേ മറ്റേ ഞങ്ങൾക്ക് ആകപ്പാടെ ഇച്ചിരി സ്ഥലമുള്ളൂ. ഞാൻ സ്ഥിരം കേൾക്കുന്ന ഡയലോഗ് കേട്ടോ, ഞങ്ങൾക്ക് ആകപ്പാടെ കുറച്ച് സ്ഥലമുള്ളൂ, ഞങ്ങൾക്കാണെങ്കിൽ വലിയ പ്ലാവില്ല, പ്ലാവേ ചക്കയില്ല, അങ്ങനെയുള്ള കുറേ കംപ്ലൈൻറ്റുകൾ ഞാൻ ഈ ചക്കപ്പരിപാടി തന്നെ ആയതുകൊണ്ട് ഒത്തിരി പേര് പറയാറുണ്ട് കേട്ടോ. അപ്പം എനിക്കുള്ളതും എല്ലാം വലിയ വലിയ പ്ലാവുകളാണേ. അപ്പം അതിൻ്റെ മണ്ടക്കേറി ചക്കയിടലും പരിപാടിയൊക്കെയാണല്ലോ എൻ്റെ തൊഴിൽ. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ഒരു ഇക്കായിൻ്റെ അടുത്ത് ചെറിയൊരു പ്ലാവ്, അതായത് ആകെ 2-2.5 കൊല്ലമായിട്ടുള്ള പ്ലാവ്, ഇത് കണ്ടാൽ തന്നെ നിറയെ കുഞ്ഞൊരു പ്ലാവ്, ഇത് നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡീറ്റെയിൽസ് പുള്ളിയോട് തന്നെ ചോദിക്കാം, എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. അപ്പം ഞാനും ചക്ക ഗവേഷണത്തിലായതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് പുള്ളിയോട് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. ഇത് മുക്കത്ത് കാരശ്ശേരി എൻ്റെ ഒരു സുഹൃത്ത് അബ്ദുക്ക എന്ന് പറഞ്ഞ ആള് തന്ന തൈയാണ്. കൊയിലിൽ അഗ്രോ ഫാം കാരശ്ശേരി. ഇത് വെച്ചിട്ടിപ്പോൾ 2-2.5 വർഷമായിട്ടേ ഉള്ളൂ. ശരിക്കും ഇത് വിയറ്റ്നാം മേർലി ഐറ്റത്തിൽപ്പെട്ടതാണ്. വിയറ്റ്നാം മേർലി പെട്ടെന്ന് കായ്ക്കുന്നുണ്ട്. ഇപ്പോൾ 2.5 വർഷം ആവുന്നേ ഉള്ളൂ. പുള്ളിക്കാരന് 1 വർഷമായപ്പോൾ തന്ന തൈയാണത്. 5 ചക്ക ഇപ്പൊ തന്നെ ഉണ്ടായി. ഇത് പക്ഷെ ഒത്തിരി ഇനി പൊങ്ങി പോകത്തില്ലായിരിക്കും അല്ലേ? ഇല്ല, ഇനി അധികം ഹൈറ്റിൽ പോവില്ല. അപ്പൊ മുകളിൽ കട്ട് ചെയ്ത് പടർത്തി കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ പറിക്കാൻ ചക്ക. ഭയങ്കര അടിപൊളി ഐഡിയ. നമുക്കൊരു ചക്ക ഇട്ട് നോക്കണം. അപ്പൊ നമുക്ക് ഒരെണ്ണം ഇട്ട് നോക്കാം. ചക്ക കണ്ടാ പിന്നെ പറിക്കണം, കഴിയണം, അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു മൂത്ത ചക്ക ഒന്ന് കട്ട് ചെയ്യാം. സ്മെല്ല് വരാൻ തുടങ്ങി ഇത് പഴുത്തിട്ട്. ഞാൻ ഇതുവരെ വിയറ്റ്നാം മേർലി ചക്ക മുറിച്ചിട്ടുമില്ല, കഴിച്ചിട്ടുമില്ല കേട്ടോ. നമുക്ക് നാടൻ പരിപാടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊന്ന് മുറിച്ച് കഴിച്ചു നോക്കാൻ എങ്ങനെയിട്ടത്. ഇക്ക് പഴുത്ത് നല്ല സെറ്റായിരിക്കുന്ന, അത്യാവശ്യം നല്ല മുഴുത്ത ചുളയാട്ടോ. നല്ല നല്ല ചക്കയാണ്. എത്ര കുഞ്ഞു പ്ലാത്തേലുണ്ടായതാണേലും നല്ല അടിപൊളി ചക്കയാ. കഷ്ടപ്പെട്ട ഒരാൾ ഉണ്ടാക്കിയപ്പോ അവരെന്നെ അത് കഴിക്കണ്ടേ. ചക്ക നല്ല രസമുണ്ട് കേട്ടോ കഴിക്കാൻ. അപ്പോ എല്ലാരും ഓരോ പ്ലാവെങ്കിലും തട്ട് വെക്കണം കേട്ടോ. അപ്പൊ എന്നോട് കുറെ പേര് ചക്ക ഇല്ല, മറ്റേ ചക്ക ഞങ്ങൾക്ക് ഇല്ല എന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ട്. പക്ഷെ ഒരു പ്ലാവ് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ചക്ക ഇഷ്ടംപോലെ ഉണ്ടാവും. നിൽക്കായി കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.